ഭർത്താവിന്റെ കുടുംബം വിഷമിക്കുന്നത് കാണാൻ വേണ്ടിയാണ് മകളെ കൊലപ്പെടുത്തിയതെന്ന് പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് എറണാകുളത്ത് കൊല്ലപ്പെട്ട 3 വയസ്സുകാരിയുടെ മാതാവ് സന്ധ്യ. ഭർത്താവ് സുഭാഷിന്റേത് ആൺമക്കൾ കൂടുതലുള്ള കുടുംബമാണ്. കല്യാണിയെ കുടുംബത്തിലെ എല്ലാവരും സ്നേഹിച്ചിരുന്നത് സന്ധ്യയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. സുഭാഷിന്റെ അമ്മ കുട്ടിയെ കൂടുതൽ ലാളിക്കുന്നതും സന്ധ്യ വിലക്കിയിരുന്നുവെന്നും പോലീസിന്റെ വെളിപ്പെടുത്തലുണ്ട്. സുഭാഷ് അറിയാതെ സന്ധ്യയുടെ വീട്ടിൽ നിന്നും 1 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. തനിക്ക് വേണ്ടിയല്ല ഈ പണം വാങ്ങിയതെന്ന് സുഭാഷ് സന്ധ്യയുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. ഈ പണം എന്തിനു ചെലവഴിച്ചു എന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതും സന്ധ്യയുടെ വൈരാഗ്യം കൂട്ടിയെന്നാണ് വിലയിരുത്തുന്നത്. ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സന്ധ്യ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞത്. സന്ധ്യ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. പ്രതിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ചോദ്യം ചെയ്യൽ ഇന്ന് ആരംഭിക്കുകയും ചെയ്യും. ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സന്ധ്യയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എറണാകുളം ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് സന്ധ്യയെ കോടതിയിൽ ഹാജരാക്കിയത്. സന്ധ്യ നിലവിൽ കാക്കനാട് വനിതാ സബ് ജയിലിലാണ്. ഡോക്ടർമാരുടെ വിദഗ്ധ ഉപദേശം ലഭിച്ചതിന് ശേഷം പ്രതിയുടെ മാനസിക നില പരിശോധിക്കുമെന്ന് റൂറൽ എസ്.പി. എം. ഹേമലത വ്യക്തമാക്കിയിരുന്നു. കൊലപാതക കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊലയ്ക്ക് പിന്നിലെ കാരണം ഇതുവരെയും സന്ധ്യ വ്യക്തമാക്കിയിട്ടില്ല. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിനും തെളിവ് ശേഖരണത്തിനും ശേഷമായിരിക്കും കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരിക. കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്ത് പെറ്റമ്മ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ക്രൂര സംഭവം അരങ്ങേറിയത്. 3 വയസ്സുകാരിയായ കല്യാണി എന്ന മകളെ അമ്മ സന്ധ്യ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഇന്നലെ പുലർച്ചെ 3 മണിയോടെയായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെത്തിയത്.